നിരാലംബനായ എന്റെ നിശാഗന്ധി അവരെ അടിച്ചുപോയി ഒരു നിമിഷത്തേക്ക്. ഞാൻ കരുതി മനുഷ്യന്റെ ഭക്ഷണമാണെന്ന്. മുതലവാല് മുതൽ മോക്ഷം കിട്ടാത്ത ചിതാഭസ്മം വരെ ഉണ്ട് അതിനകത്ത്. മുഹൂർത്തം പോലും നോക്കിയാണ് തിന്നാൻ കൊടുക്കണേന്ന്. പട്ടിക്ക് ഇതാണെങ്കിൽ ഇവനൊരു കുട്ടി ഉണ്ടെങ്കിൽ അതിനെന്തായിരിക്കും കൊടുക്കണേ അല്ലേ? കെട്ടുപ്രായമായ പട്ടിവല ഉണ്ടാണ് അവിടെ. മൃഷ്ടാന ഭോജനം. നാടൻ പട്ടിവല ഇത് കണ്ട കൊതിവിട്ട് കുടുംബക്ഷാമം വരെ ഉണ്ടായി കളയും. പണക്കാരന്റെ വീട്ടിലെ പട്ടി പാട്ടും പാടി പെടികിരി തിന്നുമ്പോ പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി പനി പിടിച്ച് പാരസെറ്റമോൾ തിന്നുന്നു. മുതലയുടെ വാലും കുതിരയുടെ നാക്കൊക്കെ ഇത് ഇവിടെ നിന്നവന്. പാഷൻ ഫ്രൂട്ടും ഫ്രഞ്ച് ഫ്രൈസും വരെ പട്ടിക്ക്. ഇമാതിരി ഭോജനം മഹാരാജ മാർത്താണ്ഡ വർമ്മ പോലും തിന്നു കാണൂല. കരച്ചട്ടി കഴുകിയ വെള്ളവും കളയം വെച്ച കോഴിത്തോരനാണ് ഇവിടുത്തെ പട്ടിയുടെ ഭക്ഷണം. ഞാൻ ഒരു വെജിറ്റേറിയൻ പട്ടിയെ വാങ്ങിച്ച് വളർത്താൻ പോണ. നമ്മൾ പച്ചക്കറിയും പച്ചപ്പുല്ലും കൊടുത്താൽ മതിയല്ല. ചുമ്മാ ചപ്പാടും ചന്ദന സോപ്പും സപ്രമഞ്ച് കട്ടിലും പട്ടിക്ക്. ഹാൻ ബർഗർ പോലും പട്ടിക്ക് ഹാർട്ടിന്റെ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കണ്. നാടൻ പട്ടി കാരമുള്ളും കരിവാടും തിന്ന കഥ പറയുമ്പം ക്യാമൽ ടങ്ങും കാരമൽ കാഡ്ബറീസും തിന്ന കഥ പറയും യുവമാർ. അവിടെ പട്ടിയെങ്കിൽ ഇവിടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട്. ഇന്ന് മുതൽ ഐഡന്റിഫൈ ആസ് എ ഷീപ്പ്. ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുമോ?